ഏറ്റവും പ്രധാനം വികസനം എന്ന് തന്നെയാണ്. ഇപ്പോൾ LDF സർക്കാർ വികസന തുടർച്ചയ്ക്ക് വോട്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന് വോട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 30.25% പേരാണ്. നോക്കൂ, ഈ സർവേയുടെ 30% പേർ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വർഗീയ പരാമർശം ഒരു വിഷയമായിട്ടുണ്ട്. 19.79% പേർ അത് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരിക്കും ഏറ്റവും കൂടുതൽ. പക്ഷെ അതല്ല കേട്ടോ, അത് മൂന്നാമതാണ്. 12.73%. ക്ഷേമ പെൻഷൻ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്ഷേമ പെൻഷൻ ഭരിച്ചില്ല എന്നാണ് നമ്മൾ കണ്ടത്. 13.08% ക്ഷേമ പെൻഷൻ അതിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. അഴിമതി 12%. ഇതാണ് സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് കണക്കാക്കാവുന്നത്. വികസനം, വർഗീയ പരാമർശം, ശബരിമല സ്വർണ്ണക്കൊള്ള, ക്ഷേമ പെൻഷൻ, അഴിമതി. അതിൽ വികസനത്തിന് തന്നെയാണ്. നമുക്ക് മറ്റഞ്ച് വിഷയങ്ങൾ കൂടി നോക്കാം. ലൈംഗിക ആരോപണങ്ങൾ, ഒരുപക്ഷെ പാലക്കാട് MLA-ക്കെതിരായ ആരോപണം അത് UDF-നെ വലിയ പ്രതിരോധത്തിലാക്കിയതാണ്. അത് പക്ഷേ 4.21% പേരാണ് അതൊരു വിഷയമാകും എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥികളുടെ മികവ് 2.71%. സ്ഥാനാർത്ഥികളുടെ ഇൻഡിവിജ്വലായ മികവിനേക്കാൾ കൂടുതൽ മറ്റ് വിഷയങ്ങൾ സ്വാധീനിക്കുന്നു എന്ന് കാണാം. വന്യജീവി പ്രശ്നം, മലയോര മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നമായ വന്യജീവി പ്രശ്നത്തിന് 2.46% പേർ അത് വിഷയമായി കണക്കാക്കുന്നു. പോലീസ് നടപടികൾ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അടുത്തിടെ ഉണ്ടായ വിവാദങ്ങളെല്ലാം ചേർത്തുകൊണ്ടായിരിക്കും. അതിന് 1.67% പേർ. മറ്റുള്ളവ 1.11% എന്നതാണ് ഇതിന്റെ ഒരു സ്വാധീനിക്കുന്ന വിഷയങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വികസനം തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാർ LDF-ഉം വികസനമാണ് ചർച്ചയാക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, അതിവേഗ റെയിൽപാത, അങ്ങനെ വിഴിഞ്ഞം ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ ഓരോ പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായും അത് ചർച്ചയാകും. അതേപോലെ തന്നെ സമാനമായി തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള. അതിനുശേഷം വന്ന വിഷയങ്ങളുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട അടക്കം പ്രതിഫലിക്കാതെ പോയത്. ഇതിൽ യുവാക്കളായിരിക്കും ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയാണെങ്കിലും ലൈംഗികാരോപണ വിഷയങ്ങളൊക്കെ 4.2 സംതിങ് ആണ്. എന്ന് പറഞ്ഞാൽ ലൈംഗികാരോപണ വിഷയങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം ചർച്ചയാവുന്നുള്ളൂ. വികസനമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ സർവേയിൽ പങ്കെടുത്തത് ഭൂരിഭാഗവും യുവാക്കളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാരിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വികസനമാണെങ്കിലും വികസനത്തിന് വേണ്ടി വികസനം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിനെ വോട്ട് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി തെരഞ്ഞെടുക്കുന്ന ആളുകളെല്ലാം സർക്കാർ അനുകൂലമായി എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകേണ്ടതാണ്. രണ്ടുമാവാം. വികസനം, ഈ എന്റെ മണ്ഡലത്തിൽ മതിയായ വികസനം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണെന്ന് കൂടുതൽ ആളുകളുടെ പരിഗണനാ വിഷയം എന്നുള്ള നിലയിൽ വികസനമാണ്. ആ വികസനം എന്നുള്ള കാറ്റഗറിയിൽ സർക്കാരിന് അനുകൂലമാണോ പ്രതികൂലമാണോ വോട്ട് വന്നതെന്നുള്ളത് രണ്ടാമത്തെ ഒരു വിഷയമാണ്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവചിക്കാൻ കഴിയില്ല എന്ന ഒരു സൂചന ഇതിലേക്ക് തരുന്നുണ്ട്. അതായത് ഇതിൽ വികസനം പറഞ്ഞിരിക്കുന്നത് 30.25%. അതിൽ വർഗീയ പരാമർശം 19%, ശബരിമല സ്വർണ്ണക്കൊള്ള 12%. അപ്പോൾ ഈ വർഗീയ പരാമർശം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെയാണ്. രണ്ടാമത്തേത് ശബരിമല കൊള്ളയിൽ വലിയ വിമർശനം വന്നിരിക്കുന്നത് CPM-നെതിരെയാണ്. അത് നമുക്ക് വേറെ രീതിയിൽ കാണാം. വർഗീയ പരാമർശം പ്ലസ് ശബരിമല സ്വർണ്ണക്കൊള്ള 31. വികസനം വന്നിരിക്കുന്ന 30. അതായത് ആദ്യ 60% എടുത്താൽ 30-31 എന്ന നിലയിലാണ് അത്. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇതിനകത്ത് നടക്കുന്ന പ്രസാദ് പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇടത് സർക്കാരിന്റെ വികസന നേട്ടത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ 30% എന്ന് നമ്മൾ കണക്കാക്കിയാൽ, പക്ഷേ മറ്റ് രണ്ട് വിവാദ വിഷയങ്ങൾ ചേരുമ്പോൾ അതായത് ആദ്യ 61% എടുക്കുമ്പോൾ 30-31, അതായത് രണ്ട് വിഭാഗത്തിലുള്ളവരും LDF വരണമെന്നും UDF വരണമെന്നും ആഗ്രഹിക്കുന്നവർ ശക്തമായി ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടി നമുക്ക് പോയാൽ, റോഷി പറഞ്ഞ ക്ഷേമ പെൻഷനിൽ 13.08% റോഷി. അഴിമതി 12% വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയില്ല. അത് നമ്മളൊരു 73 കണക്ക് കൂട്ടിയാൽ അവിടെയും ഏതാണ്ട് പകുതിയായി നിൽക്കുകയാണ്. ഉദാഹരണത്തിന് ഷഫീഖെ, കൃത്യമായ ആളുകൾ വരുന്നുണ്ട് ഇതിലേക്ക്, അല്ലേ? അത് മാത്രമല്ല ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ